എല്ലാം കുമാരന്റെയാ? ഇതിലൊന്ന് നമ്മുടെ തോണിയാ. അത് മാത്രം അയച്ചെടുക്ക്. കണ്ട വരട്ടാ, അതെന്നെ അറിയാന്നേ. വാ വാ. ഒരു ബോട്ടിൽ പണി കിട്ടണമെന്നാ എന്റെ മോഹം. കരുണേട്ടൻ കാശുണ്ടാവുമ്പോ ലോറി എടുക്കണ്ട, ബോട്ട് മതി. എനിക്ക് കാശ് വീണ് കിട്ടാൻ പോണുണ്ട്. ചിലക്കാണ്ട് പോടാവണം. കണ്ണൂർ ജയിലില് ആളെ തൂക്കിക്കൊല്ലോ കരുണേട്ട. ഞാനുള്ള 5 കൊല്ലത്തിനിടയ്ക്ക് 3 ആള് പോയി, അത്രേ ഉള്ളൂ. തൂക്കണേന്റെ തലേന്ന് ചോദിക്കണതൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. നേരാ? എന്തോ ജീവൻ വിട്ടുതരണമെന്ന് പറഞ്ഞാൽ കിട്ടില്ലല്ലോ. കുറെ ഇറച്ചിയും മീനും സീർത്തും കിട്ടിയിട്ട് പിന്നെ എന്താടാ കാര്യം? ഞാൻ പോണ കാലത്ത് ഹോട്ടലിൽ പണിക്കുന്നിരുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നല്ലോ എനക്ക്, എറണാകുളത്ത്. അയാള് പോയി, സർക്കാർ പണി കിട്ടി. ഏതോ ടി വിയിൽ കുക്കാണെന്ന് ആരോ പറഞ്ഞു. 10 പൈസയ്ക്ക് കാര്യമില്ല. എവിടെ ഉണ്ടായിട്ടെന്താ? കുഞ്ഞിക്കാർക്ക് പുരയിൽ ആരുമില്ലേ ഇപ്പോ? 3ാമതിനെ കെട്ടി. കാട്ടുപോത്തിന്റെ സൈസാ. അതിനെ പേടിച്ചപ്പോ തോണി തന്നെ കിടപ്പ്. കാശില്ലാതെ ചെന്നാ കല്ല് റെഡി. മൂപ്പന്റെ പണിക്കാരാ. മൂപ്പൻ കണ്ണു തെളിഞ്ഞ് വീട്ടിൽ വന്നു. ആരെയും കണ്ടില്ല. ആഫീസിൽ കേറിട്ട് പോവാന്ന് പറഞ്ഞു. ആഫീസോ? ഏത് ആഫീസ്? ജെട്ടിയുടെ അടുത്ത് കുമാരൻ മൂപ്പന് ഇപ്പൊ ആഫീസുണ്ട്. നടന്നോ, ഞാൻ വരാം. കുമാരനെ ഒന്ന് കാണാതെ കിടന്ന ഇന്ന് ഉറക്കം വരികയല്ല. ഓ, കുമാരനല്ല, കുമാരൻ മൂപ്പൻ അല്ലേ? കരുണേട്ടൻ പോണ്ട. പോടാ, അവനെന്നെ മൂക്കി വലിക്കോ? നീ തോണി തന്നെ ഉണ്ടാവണം. ആരെങ്കിലും ഒന്ന് ചോദിച്ചാ ഞാനാണ് കൊണ്ടുവന്ന് കെട്ടിയെന്ന് പറഞ്ഞത്. തല്ലും പിടിക്കുമ്പോ നീ ഓടിക്കോ. അവന്മാരെ പിന്നെ കണ്ടോളാം. നീ വെള്ളം കഴിച്ചോ? കഴിച്ചു. കരുണേട്ടന്റെ ആഹാരം.